ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഏലച്ചെടി നടുന്നത്, ശാസ്ത്രീയമായിട്ടുള്ളൊരു മെത്തേഡിൽ എങ്ങനെ ഏലച്ചെടി നടുന്നത് നോക്കാം. സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളൊക്കെ കുഴിയെടുത്ത് 2-2.5 കുഴിയെടുത്ത് ഇടിച്ച് മൂടിയാണ് ചെടി വെച്ചുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ മുള്ള് ഉപയോഗിച്ച് സൈഡൊക്കെ കറക്റ്റായിട്ട് നല്ല ചതുരത്തിൽ എടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളതിൽ മുള്ള് താൽക്കാലികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തുമ്പ വെച്ച് വെട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ കുഴിക്ക് അത്രയ്ക്ക് കൊണ്ട് മുള്ള് കൊണ്ട് എടുക്കുന്ന പെർഫെക്ഷൻ കിട്ടത്തില്ലെങ്കിലും ഏകദേശം നമ്മളതിന് ശ്രമിക്കുന്നുണ്ട്. നമ്മളൊരു കുഴിയെടുത്ത് അത് ഇടിച്ച് മൂടി ആണ് തട്ട വെക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അകലം എന്ന് പറയുന്നത് 2 ചെടികൾ തമ്മിൽ 10 അടിയും 2 നിരകൾ തമ്മിൽ 11 അടിയും എന്നുള്ളതാണ്. 10ക്ക് 11 എന്നുള്ള കണക്കിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കത് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നത്. ഓൾറെഡി പഴയ ചെടികൾ കുറച്ച് നിൽപ്പുണ്ടായിരുന്നു. കൊപ്പടിച്ച് നല്ല രീതിയിൽ കൊപ്പടിച്ച് അത്യാവശ്യം ആവശ്യമില്ലാത്ത മരങ്ങളെല്ലാം വെട്ടി മാറി അതിനുശേഷമാണ് കുഴി കുത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെടികളെല്ലാം ഒടിഞ്ഞു, അത്യാവശ്യം കമ്പും തടികളൊക്കെ കിടപ്പുണ്ട് നമ്മുടെ ഫീൽഡിൽ. അതുകൊണ്ട് കുഴി കുത്തൊക്കെ അല്പം ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ കുഴി കുത്തുന്നതിൻ്റെ കാര്യം നമുക്ക് ഇപ്പോൾ അല്പം മഴയെല്ലാം കുറഞ്ഞിട്ടില്ല. ആ മഴ വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും മഴ തോർന്നതിന് ശേഷം ചെടി വെച്ച് കഴിഞ്ഞാൽ നനച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. ഇപ്പോൾ വെച്ച് കൊടുക്കണ ഒരു 1-2 മഴയൊക്കെ കിട്ടുകയാണ്, ചെടി വേര് പിടിച്ച് കിട്ടും. പിന്നെ നമുക്കിതിനെ പരിപാലിച്ച് പോകുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറ്റിക്കൊണ്ട് പോരാൻ ഓർത്താണ് മറ്റു പണികളോട്ടൊക്കെ പോകാതെ ഇപ്പോൾ പെട്ടെന്ന് കുഴി കുത്തി ചെടി വെക്കുന്നത്. இதில் அடிச்சு முடுற மாதிரியா? அடிச்சு முடுறவா? നമ്മളിങ്ങനെ സൈഡൊക്കെ ഇടിച്ച് മൂടുന്ന സമയങ്ങളിൽ നമുക്ക് മുള്ളുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇടിച്ച് മൂടി കറക്റ്റായിട്ട് നല്ലൊരു ഷേപ്പിലെടുക്കാൻ കഴിയും. നമുക്ക് മുള്ളില്ല. പിന്നെ ഇപ്പം ആരും അങ്ങനെ തന്നെ കുഴി കുത്തി ചെടി വെക്കാറില്ല. പൊതുവേ എല്ലാവരും നമ്മളിതിന് കൊത്തുകുഴി എന്ന് പറയും. ഒരു ചെറിയൊരു കുഴി എടുത്ത് അത് ഇടിച്ച് മൂടി അങ്ങനെ ചെടി പെട്ടെന്ന് പ്ലാന്റ് ചെയ്ത് പോകുന്നതാണ് പതിവ്. നേരത്തെയുള്ള കാലങ്ങളിലാണ് ഇതുപോലെ കുഴിയെടുത്ത് പ്രോപ്പറായിട്ട് നല്ലപോലെ ഇടിച്ച് മൂടി അകത്ത് അടിവളമൊക്കെ കൊടുത്ത് ഇടിച്ച് മൂടി പ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും പെട്ടെന്നൊരു കുഴി എടുക്കുന്നു, അത് ഇടിച്ച് മൂടി കറക്റ്റ് ആ കുഴിയുടെ ഷേപ്പിൽ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് പ്ലാന്റ് ചെയ്ത് പോകുന്നത്. ചെടി വെച്ചിട്ട് புளி ஆழம் போயிருச்சா? இன்னும் கொஞ்சம் மண்ணை ஏற்றணுமா அதில்? இல்லையா? புளிக்குள்ள இருந்தால் பிரச்சனை இல்லை செடி. ரொம்ப ஆழமாக போனால் மண் வெட்டி வரும்போது லெவல் ஆயிரும். നമ്മൾ ചെടി തട്ടുന്നതിന് മുമ്പ് ആ കുഴിക്കുള്ളിൽ അല്പം ഫ്യൂരിഡാനോ ഫിപ്രോണിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്രാനുവൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇടാൻ കഴിയും. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിപ്രോണിലെ ഗ്രാനുവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് ഫിപ്രോണിലെ ഗ്രാനുവൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളതാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കുറച്ച് നെമറ്റോഡ്, വേരുപുഴു, മിലിബഗ് പോലുള്ളതിൽ നിന്ന് നമ്മുടെ വേരിനൊരു സംരക്ഷണം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് വെക്കുന്നത്. നമ്മളൊരു 3 തട്ട വെച്ചാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. இருக்கு നമ്മൾ തട്ട നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തട്ടയുടെ ആ ബൾബ് ഫുള്ളായിട്ട് മൂടിപ്പോകാതെ നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പകുതി ഭാഗം കൊണ്ട് മണ്ണ് നിൽക്കുന്ന പോലെ. എന്നാൽ വേരുകളെല്ലാം നല്ല രീതിയിൽ മണ്ണിനടിയിലോട്ട് പോകാൻ കൂടെ ചെയ്യണം. അതിനുശേഷം നല്ല രീതിയിലുള്ളൊരു പൊത ചപ്പ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കൂട്ടി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് റൂട്ട് എടുത്ത് ഡെവലപ്പായി വരും. നമ്മളിപ്പോൾ കുഴി എടുത്തതുകൊണ്ട് തന്നെ ചുറ്റുപാടും കുറച്ച് മണ്ണ് കിടക്കുന്നതുകൊണ്ടാണ് കുഴി അല്പം താന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നത്. നമ്മളത് കിളച്ച് ലെവൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും.
ചെടി വെച്ചതിന് ശേഷം നമുക്ക് ധാരാളം പണികളുണ്ട്. നമ്മൾ എന്താ പറയുക, നിൽക്കുന്ന പഴയ തട്ടകളെല്ലാം പറിച്ച് കളയണം. അതേപോലെ നല്ലപോലെ ചപ്പിട്ട് കൊടുക്കണം, മിസ്റ്റിൻ്റെ ഓസെല്ലാം റെഡിയാക്കണം, വെട്ടിയിട്ടിരിക്കുന്ന മരങ്ങളെ തടിയെല്ലാം ചുമന്ന് വരണം. അങ്ങനെ ധാരാളം പണികളുണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ മഴ പോകുന്നതിന് മുമ്പ് ചെടി വെച്ച് പോകുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ചെടി വെക്കുന്ന രീതികൾ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി. നമ്മുടെ കൃഷി രീതികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. ഇതൊരു വീഡിയോ ഉണ്ട്. എല്ലാം നമ്മൾ നട്ടു പോകുമ്പോൾ അല്പം പുതയിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ മണ്ണ് പെട്ടെന്ന് ഉണങ്ങാതിരിക്കാനായിട്ട്. ഇതിന് ശേഷം ചെടിയെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ പണിക്കാരെ വെച്ച് എല്ലാത്തിനും ചുവട്ടിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇതിന് ചുവട്ടിൽ കിടക്കുന്ന കമ്പെല്ലാം പെറുക്കി മാറ്റി കരിയിലകൾ തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഇട്ട് പോകും. തൽക്കാലം വെയിൽ പൊതുവെ മഴ കുറവാണ്. വൈകുന്നേരങ്ങളിൽ മഴയുള്ളതുകൊണ്ട് മാത്രം നടുന്ന ചെടിയുടെ ചുവട്ടിൽ അല്പം ചപ്പ് വെറുതെ വാരിയിട്ടാണ് പോകുന്നത്. അതിനുശേഷം പ്രോപ്പറായിട്ട് നമ്മൾ നനയ്ക്കണമെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ നനച്ച് കൊടുക്കും, കറക്റ്റായിട്ട് ചപ്പ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെടി വെക്കുമ്പോൾ കറക്റ്റായിട്ട് എപ്പോഴും ചപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുഴി കുത്തി പോകുമ്പോഴും ഇത് കറക്റ്റ് ലൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അളവ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റിങ് രീതികൾ വരുന്നത്. ഇതിന് ശേഷം നമ്മൾ ചെടികളൊക്കെ പെറുക്കി മാറ്റിയ പഴയ ചെടികളെ കിഴങ്ങുകളെല്ലാം ക്ലിയർ ചെയ്ത് നല്ലപോലെ കിളച്ച് ലെവൽ ചെയ്യുക. അല്പം ചിമ്പൊക്കെ അതിന് ശേഷമേ ചെയ്യുള്ളൂ. നമ്മുടെ കൃഷി രീതികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.